ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയായിരുന്നു 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ സ്പാനിഷ് ഫുട്ബോൾ. മൈതാനത്ത് പന്തിനെ ഒരു കളിപ്പാവയെ പോലെ കാലുകളിൽ നിന്ന് കാലുകളിലേക്ക് അവർ കൈമാറിക്കൊണ്ടേയിരുന്നു. കാണികൾക്ക് ചിലപ്പോൾ അത് മടുപ്പിച്ചു, എതിരാളികൾക്ക് അത് ദേഷ്യമുണ്ടാക്കി. അത് തികച്ചും പ്രൊഫഷണൽ ഫുട്ബോൾ ആയിരുന്നു. എന്നാൽ വികാരഭരിതരായ വേഗമേറിയ കളി ആഗ്രഹിക്കുന്ന കാൽപന്ത് ആരാധകർക്ക് ആ ശൈലി അത്ര ദഹിച്ചില്ല. എതിരാളികൾക്ക് പന്ത് നൽകാതെ കുറിയ പാസുകളിലൂടെ മുന്നേറുന്ന അവരുടെ ആ ടിക്കിടാക്ക ശൈലിയോട് പലർക്കും വിമുഖതയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ലോകമെമ്പാടും വലിയൊരു ആരാധക കൂട്ടം അവർക്കില്ലാതെ പോയതും. തങ്ങളുടെ ശൈലിയിൽ ഉറച്ചുനിന്ന് ഒടുവിൽ 2010 ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ വെച്ച് ആദ്യമായി ലോക കിരീടം ഉയർത്തിയപ്പോഴാണ് സ്പെയിൻ എന്ന ഫുട്ബോൾ ശക്തിയെ ലോകം ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. എങ്കിലും എതിർ ടീമുകൾ മാരകമായ കൗണ്ടർ അറ്റാക്കുകളിലൂടെ സ്പാനിഷ് വല കുലുക്കുമ്പോഴും തങ്ങളുടെ ആ പഴയ പാസിംഗ് ശൈലി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മത്സരങ്ങളിൽ 1000 പാസുകൾ തികച്ചിട്ടും ഗോളടിക്കാൻ മറന്നുപോയ ഒരു കൂട്ടം കളിക്കാരെ പോലെ അവർ പലപ്പോഴും മൈതാനത്ത് അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ ചരിത്രം എപ്പോഴും ഒരുപോലെ തുടരില്ലല്ലോ. സ്പാനിഷ് ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് ലൂയിസ് ഡെൽ ഫ്യൂണ്ടെ എന്ന തന്ത്രജ്ഞൻ നടന്നു കയറിയതോടെ കഥ മാറി, കളി മാറി. 2024 യൂറോ കപ്പിൽ നമ്മൾ കണ്ടത് മാറി വന്ന കാലത്തെ പുതിയൊരു സ്പെയിനായിരുന്നു. വെറുതെ പന്തിൽ അള്ളിപ്പിടിച്ചിരുന്ന് സമയം കളയുന്ന പഴയ ടീമായിരുന്നില്ല അത്. മറിച്ച് കിട്ടുന്ന അവസരങ്ങളിൽ വന്യമായി ആക്രമിക്കാനും ഒന്നിച്ച് കോട്ടകെട്ടി പ്രതിരോധിക്കാനും ഒട്ടും മടിയില്ലാത്ത ഒരു പുതിയ സ്പാനിഷ് പട. മാറ്റം തന്നെയാണ് ഈ ലോകകപ്പിലെ ഏറ്റവും അപകടകാരികളായ ഫേവറിറ്റുകളായി സ്പെയിനിനെ മാറ്റുന്നത്. മാറിയ ശൈലിക്ക് ഫലം കണ്ടു തുടങ്ങിയതോടെ ആരാധകരും ആവേശത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകകപ്പ് മൈതാനങ്ങളിൽ പന്തുരുളുമ്പോൾ എതിരാളികൾ ഭയക്കണം. കാരണം പഴയ സ്പാനിഷ് ഫുട്ബോളിന്റെ ആ സുഗന്ധമുള്ള സുവർണകാലം കൂടുതൽ കരുത്തോടെ, കൂടുതൽ വേഗതയോടെ മടങ്ങിയെത്തുകയാണ്.